ഹലോ, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഡാഡോസിന് നമ്മൾ സ്കൂളിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒയാസിസിൽ പോയിട്ട് വാങ്ങിയ സാധനങ്ങൾ നല്ല റേറ്റ് കുറവിൽ കിട്ടി. അപ്പോൾ ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കുവാണ് കേട്ടോ. അവന് ഓൾറെഡി ഒരു ബാഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ബർത്ത്ഡേക്ക് പപ്പ ഗിഫ്റ്റ് ചെയ്തൊരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാഗ് വാങ്ങേണ്ടി വന്നില്ല, ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങി കേട്ടോ. അത് തന്നെ എന്താ, അവനൊരു കുട വാങ്ങി കേട്ടോ. എന്നോട് ടു ഫോൾഡ് വാങ്ങാൻ പറഞ്ഞതാണ്, പക്ഷെ അവൻ വാങ്ങിയത് ഇതാ ഇങ്ങനത്തെ ആട്ടോ. എന്താ പീക്കാച്ചു ആണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇതൊക്കെ നോക്കി വാങ്ങിയതാണ്. ഇങ്ങനെ തുറക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള കുടയാണ് കേട്ടോ. അതാ ഇതുണ്ടോ, കറുത്ത കമ്പിയൊക്കെ ആയിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ. കൈ കുടുങ്ങുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ അവന് കോട്ടും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നടന്നായിരിക്കും മിക്കവാറും സ്കൂളിൽ പോകും, നമ്മുടെ തൊട്ടടുത്ത സ്കൂൾ. അപ്പം കോട്ടും വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ബാഗൊന്നും നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. കോട്ട് ഇതാ ഇങ്ങനെയാ കേട്ടോ. ഇതാ അത്യാവശ്യം നല്ല കോട്ട് വാങ്ങിയത് കേട്ടോ. പെട്ടെന്ന് കീറി പോകില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. അതേപോലെ മിക്കി മോക്കും ഒരു കോട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവളും മിക്കവാറും ഞങ്ങളായിരിക്കും സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് വാങ്ങിയാണ്. ഇതാ ചെറിയ കോട്ട് കിട്ടി കേട്ടോ. കുട്ടികളുടെ ഒക്കെ കോട്ട് ഉണ്ട് അവിടെ. ഞങ്ങൾ കുറെ സ്ഥലത്ത് കയറി നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. അതിന് മുന്നേ കയറി നോക്കിയിട്ട് ചോദിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇത് അവിടെ ചെന്നപ്പോ കിട്ടി കേട്ടോ. ഇത് നല്ല കോട്ടാ കേട്ടോ. പിന്നെ അവന് കുട വാങ്ങിയപ്പോൾ ഇതാ എല്ലാവർക്കും കുടയില്ലായിരുന്നു കേട്ടോ. എല്ലാവരുടെയും കുട പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം നമ്മൾ കുറേ കാലമായിട്ട് കുടയൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു, വാങ്ങിയതാ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ എനിക്കൊരു കുട വാങ്ങി കേട്ടോ. പൂവൊക്കെയുള്ള കുടയാണ്, ഉള്ളിൽ ഇതാ സിൽവർ കോട്ടിംഗ് ഒക്കെയുള്ള കുടയാണ്. ഇത് ഹാപ്പിയുടെ കുടയാണ് കേട്ടോ. അതേപോലെ ഇതാ ഒരു കുട ചേട്ടായിക്കും കേട്ടോ. ഈ ഒരു ഗ്ലൈസിങ് ഒക്കെ ഉള്ള ഒരു കുടയാണേ. പിന്നെ അവന് വാങ്ങിയത് ബുക്ക് പൊതിയ. ഇതിപ്പോ റെഡ് കളർ പേപ്പറാണുള്ളത്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇതിട്ടാൽ വാങ്ങാന്ന്. പിന്നെ നമ്മളൊരു പാക്കറ്റ് പെന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ലെക്സിയുടെ ആണ്. ഇതിനൊക്കെ നമുക്ക് റേറ്റ് കുറഞ്ഞ ഹോൾസെയിൽ വിലക്കാണ് കേട്ടോ കിട്ടുന്നത്. ഓയാസിസിൽ പോയാൽ അപ്പം നമ്മൾ അങ്ങനെ വാങ്ങിയതാ. പിന്നെ ഇതാ പെൻസില്. അപ്പോൾ ഇതിനേതാ ക്യാപ്പൊക്കെയുള്ള പെൻസിലാണ് കേട്ടോ. പെൻസിലിന് ക്യാപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇറേസറും ഷാർപ്പനറും ഇതാ ഇറേസറും ഉണ്ട്. ഇതിൻ്റെ പെൻസിലിൻ്റെ ക്യാപ്പാണ് കേട്ടോ. ഇത് മഴ പെയ്യുന്നതുകൊണ്ട് സൗണ്ട് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്, നോക്കണം ഇനി എടുത്തിട്ട്. പിന്നെ ഇതാ സ്കെയില്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ക്രയോൺസ് ഒക്കെ ഇപ്രാവശ്യമെങ്കിലും മര്യാദയ്ക്ക് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ക്രയോൺസും കൊണ്ടാണ് അവൻ പോയിക്കൊണ്ടിരുന്നത്. ഇത് 16 ഷെയ്ഡുള്ള ആണ് കേട്ടോ. പണ്ട് ചെറുത് വാങ്ങി കൊടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒത്തിരി കൊണ്ടേ കളഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റാപ്ലർ പിന്നൊക്കെ. പിന്നെ ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബുക്കിന് 7 രൂപയൊക്കെ കുറവുണ്ട് കേട്ടോ. 200 പേജിന്റെ ബുക്കിന് 7 രൂപയൊക്കെ കുറവുണ്ട് അവിടെ. ഇതെല്ലാം ക്ലാസ്മേറ്റിന്റെ ബുക്കാണ് കേട്ടോ. അപ്പൊ ക്ലാസ്മേറ്റിന്റെ ആകുമ്പോൾ അറിയാലോ ക്വാളിറ്റിയൊക്കെ. അപ്പം ഒരു ബുക്കിന് 7 രൂപ, നമ്മൾ ഷോപ്പിൽ വാങ്ങുന്നതിലും 7 രൂപ കുറവുണ്ട്. നമ്മളിപ്പോൾ അത്ര അടുത്തായതുകൊണ്ട് നമുക്ക് പോയി വാങ്ങാൻ എന്തായിട്ടോ. SM സ്ട്രീറ്റിലുള്ള ഒയാസിസിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഒരു ബോക്സ്. ഇത് പിന്നെ അത്ര ക്വാളിറ്റി ഉള്ള ബോക്സ് ഒന്നുമല്ല. അവന് ആ ക്വാളിറ്റി ഉള്ളത് കിട്ടിയിട്ട് കാര്യമില്ല. നല്ല ഉണ്ടായിരുന്നത് അവന്. അപ്പം പെട്ടെന്ന് നശിപ്പിച്ച് കളയും. പിന്നെ അടുത്തിരുത്തി പറയുന്നില്ല. ഇത് ഈ ഒരു കൊല്ലം മുഴുവൻ ഇത് കൊണ്ടുപോയിക്കോണം കേട്ടോ. പിന്നെ ഇതാ അവൻ സ്റ്റിക്കർ, ഇത് സ്ലിപ്പ്. ഫേവറേറ്റ് ആയ ബൈക്ക് കമന്റ് ചെയ്യാം. ഇതുണ്ടോ, അങ്ങനെ ബൈക്കും കാറൊക്കെയാണ്. പിന്നെ എന്താ BTS
കളർ. പിന്നെ ഇവർക്ക് ഗവൺമെന്റ് സ്കൂളിലായതുകൊണ്ട് അവർക്ക് ഇത് മതി കേട്ടോ, ചോറ്റുപാത്രം. ചോറ്റുപാത്രം വേണ്ട, ഇങ്ങനത്തെ പ്ലേറ്റ്. അപ്പൊ ഞാൻ നല്ല കട്ടിയുള്ളത് എടുത്തതാണ് കേട്ടോ. അവന് ചൂട് ചോറാ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പം അത് ഇടാനും ഇതൊക്കെ ആയിട്ട് അത് കഴുകിയിട്ടൊന്നുമില്ല, അതിനി കഴുകിയൊക്കെ വൃത്തിയാക്കി എടുക്കണം. പിന്നെ അതേപോലെ സ്കൂളിലേക്ക് ഒരു കപ്പ് ഗ്ലാസ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, വെള്ളം കുടിക്കാനായിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം എടുക്കാനായിരിക്കും, അല്ലെങ്കിൽ പാല് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു, നമുക്കറിയത്തില്ല. ഇതുവരെ പോയ പോലെ അല്ലല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഒരു കപ്പ് വാങ്ങിയിട്ടോ, അടപ്പൊക്കെ ഉള്ളൊരു കപ്പ് വാങ്ങി. പിന്നെ വാട്ടർ ബോട്ടില്, ഇത് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ, വെയിറ്റ് കുറവാണ്, നല്ല സ്റ്റീലാന്നാണ് പറഞ്ഞത്. ചൂട് നിൽക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ, ചൂട് നിൽക്കുമോന്ന് അറിയില്ല, അത് ചോദിച്ചില്ല. സിപ്പർ ഇങ്ങനത്തെയാണ് കേട്ടോ. അപ്പൊ അവന് കുടിക്കാൻ സിപ്പറിനേക്കാളും സിപ്പറൊക്കെ ക്ലീൻ ചെയ്യാനും അതൊക്കെ ബുദ്ധിമുട്ടല്ലേ, ഇതിപ്പം കുഴപ്പമില്ലല്ലോ. പിന്നെ വാങ്ങിയത് ഇതാ ഒരു ചെരുപ്പാണ് കേട്ടോ. യൂണിഫോം ചെരുപ്പ്. അതായത് യൂണിഫോം ഒന്നും ഇല്ല, അപ്പം എന്താ പറയാ, പ്രത്യേകിച്ച് അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ സാധാരണ മഴയത്തൊക്കെ നനഞ്ഞു പോകുന്നത് കൊണ്ട് ചെരുപ്പ് വാങ്ങി കേട്ടോ, പ്ലാസ്റ്റിക് ചെരുപ്പ്. പിന്നെ ഇപ്പൊ ക്രോക്സ് ആണുള്ളത്, ക്രോക്സ് ഇട്ട് പോ, പിന്നെ ഷൂ ഉള്ളത്, ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഇതാവുമ്പോ കാലിൽ വെള്ളം നിൽക്കുവോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ അവന് വാങ്ങിയത് കുറച്ച് ട്രൗസറൊക്കെയാണ് കേട്ടോ. അതായത് പുതിയ സ്കൂൾ ആയതുകൊണ്ട് അവർക്ക് യൂണിഫോം ഇപ്രാവശ്യം ചേഞ്ച് ആവുകയാണ്. അപ്പം അവന് പഴയത് ഇപ്പോൾ പെട്ടെന്ന് വാങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മഴയല്ലേ, ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ട്രൗസർ ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു SM സ്ട്രീറ്റിൽ തന്നെയുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണേ. പിന്നെ 2 ടീഷർട്ട് വാങ്ങിയപ്പോൾ എല്ലാം ഒരു കളറായിപ്പോയി കേട്ടോ. ഞാൻ നോക്കി വാങ്ങിയതൊക്കെയാ, പിന്നെ എടുത്തു വെച്ചപ്പോൾ എനിക്കത് മാറിപ്പോയി കേട്ടോ. ഇതേപോലെ തന്നെ സെയിം കളറാണ്, രണ്ടും ഒരേപോലത്തെ ആയിപ്പോയി. കുഴപ്പമില്ല, സ്കൂളിലേക്ക് ഇടാനല്ലേ. പിന്നെ ഒരു ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. ഇതിനൊക്കെ റേറ്റ് കുറവുണ്ട് കേട്ടോ. ഇത് ബ്രാൻഡഡ് സാധനങ്ങളൊക്കെയാണ്, റേറ്റ് കുറഞ്ഞ് കൊടുക്കുന്നതാണ് കേട്ടോ അവിടെ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ സാധനങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണേ. ബൈ ബൈ.